മക്കളെ, മലയാളം അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമാണ് എന്റെ ഭാഷ എന്ന് പറയുന്ന കവിതയായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ഈ പാഠഭാഗത്തിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. വള്ളത്തോൾ നാരായണ മേനോനാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ആരാണ് വള്ളത്തോൾ? നമ്മുടെ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ്. ഒരുപാട് കവിതകൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള അതിന്റെ പ്രതിഭാശാലിയായിട്ടുള്ള എഴുത്തുകാരനാണ്. സംസ്കൃതത്തിൽ നിന്നും ഒരുപാട് കൃതികൾ മലയാളത്തിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാത്മീകി രാമായണം വിവർത്തനം ചെയ്തതുകൊണ്ട് തന്നെ കേരള വാത്മീകി എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. മനോഹരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ്. നമ്മളുടെ എന്താ പറയാ, ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന ലേബലിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. അതേപോലെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ഒരു കൃതി മലയാളത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഗാന്ധിജിയെ തന്റെ ഗുരുനാഥനായി കണ്ടുകൊണ്ടാണ് ആ ഒരു കവിത അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുപോലെ ഒരുപാട് കവിതകൾ ഖണ്ഡകാവ്യങ്ങളാവട്ടെ മഹാകാവ്യങ്ങളാവട്ടെ എഴുതിയ കൃതികളൊക്കെ തന്നെയും എന്താണ്, അത്രയും അതുല്യമായിട്ടുള്ള നമ്മളുടെ സാഹിത്യത്തിന് അത്രയും നമുക്കൊരു അലങ്കാരമായി സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന അത്രയും മനോഹരമായിട്ടുള്ള കവിതകളാണ് വള്ളത്തോൾ എഴുതിയിട്ടുള്ളത്. ആധുനിക കവിത്രയത്തിൽ ഒരാളാണ്. നമ്മൾ പറഞ്ഞില്ലേ, വളരെ ചെറുപ്പം മുതൽ 12ാം വയസ്സ് മുതൽ അദ്ദേഹം കവിതകൾ എഴുതിയിരുന്നു. 1978 ഒക്ടോബർ 16 അദ്ദേഹം ജനിക്കുന്നത്. നമ്മളുടെ മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിലാണ് അദ്ദേഹത്തിന്റെ ജന്മം എന്ന് പറയുന്നത്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകരിൽ ഒരാളാണ്. ശിഷ്യനും മകനും, മഗ്ദലന മറിയം, കൊച്ചു സീത, അച്ഛനും മകളും തുടങ്ങിയിട്ടുള്ള ഖണ്ഡകാവ്യങ്ങളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലഘു കവിതകളുടെ സമാഹാരങ്ങളായിട്ടുള്ള സാഹിത്യമഞ്ജരി 11 ഭാഗങ്ങളുണ്ട്. അപ്പൊ അതിലുള്ള 7ാമത്തെ സാഹിത്യമഞ്ജരിയിലെ 7ാമത്തെ ഭാഗത്തിലാണ് നമുക്ക് പഠിക്കാനുള്ള എന്റെ ഭാഷ എന്ന് പറയുന്ന കവിതയുള്ളത്. അതുപോലെ കേരള വാത്മീകി, ടീച്ചർ പറഞ്ഞു കേരള വാത്മീകി എന്ന് പറയുന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന കവിയാണ്. ശബ്ദസുന്ദരൻ എന്ന് പറയുന്ന വിശേഷണം അദ്ദേഹത്തിനുണ്ട്. ഒരുപാട് കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ എന്താണ്, നമ്മളുടെ കലാമണ്ഡലം അത് 1927 വള്ളത്തോളും അതിന്റെ സ്ഥാപകരില് ഒരാളായിരുന്നു എന്നുള്ളതാണ്. 1958 മാർച്ച് 13 എന്ത് ചെയ്യുന്നത്, അദ്ദേഹം അന്തരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കവിതയെ കുറിച്ച് വളരെ വിശദമായ രീതിയിൽ ഓരോ വരികളും വിശദീകരിച്ചിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മളുടെ ചാനലിൽ ടീച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് മക്കൾ കാണുക. കാരണം കവിത ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് വരും. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക, ഷെയർ ആയിട്ടിരിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.